പുറപ്പാട് അധ്യായം 30. സുഗന്ധവും വിശുദ്ധതയും. പ്രിയരെ, പുറപ്പാട് 30-ാം അധ്യായത്തിൽ ദൈവം സുഗന്ധധൂപ യാഗപീഠം, അഭിഷേക എണ്ണ, വിശുദ്ധ ധൂപം എന്നിവയെക്കുറിച്ച് കൽപ്പിക്കുന്നു. ഇത് ദൈവസന്നിധിയിലെ ആത്മീയ ക്രമത്തെ നമ്മെ പഠിപ്പിക്കുന്നു. ധൂപയാഗപീഠത്തിൽ രാവിലെയും വൈകിട്ടും സുഗന്ധധൂപം അർപ്പിക്കണം. പ്രാർത്ഥന ദൈവസന്നിധിയിൽ നിരന്തരമായി ഉയരേണ്ടതാണെന്ന അടയാളം. കൂടാരത്തിനുള്ളിലെ കുളിമാടം ശുദ്ധീകരണത്തിൻ്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെ സമീപിക്കുന്നതിന് മുമ്പ് ഹൃദയവും ജീവിതവും ശുദ്ധമാക്കണം. അഭിഷേക എണ്ണ സാധാരണ ഉപയോഗത്തിന് വേണ്ടിയല്ല, ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേർതിരിച്ചു വെച്ചവയാണ്. ഇത് നമ്മോട് പറയുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വിശുദ്ധത ആവശ്യമാണ്. അതുപോലെ വിശുദ്ധ ധൂപത്തിൻ്റെ ഘടന മറ്റൊരു വിധത്തിൽ ഉപയോഗിക്കരുതെന്ന് ദൈവം പറയുന്നു. ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, അവൻ്റെ ഇഷ്ടപ്രകാരമാണ്. പ്രിയരെ, പുറപ്പാട് 30 നമ്മോട് ചോദിക്കുന്നു, നമ്മുടെ പ്രാർത്ഥന നിരന്തരമായി ദൈവസന്നിധിയിലേക്ക് ഉയരുന്നുണ്ടോ? നമ്മുടെ ജീവിതം ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടതാണോ? സുഗന്ധധൂപം പോലെ നമ്മുടെ ജീവിതവും ദൈവസന്നിധിയിൽ മനോഹരമായ സുഗന്ധമാകട്ടെ. നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.